ഇതിൽ മേടിച്ചത് സ്വിഗ്ഗിയാണോ സൊമാറ്റോയാണോ? സ്വിഗ്ഗിയോ ഞാനിപ്പോൾ മോളോടും മോനോടും എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മറ്റേ ഫുഡ് ഓർഡർ ചെയ്യണേ, പിന്നെ ഈ കോലഞ്ചേരി എനിക്ക് 5 കിലോമീറ്ററുള്ളിലാണ് ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാം. നിങ്ങൾ ഈ സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊന്നും ഓർഡർ ചെയ്യരുത്. ഞാൻ പോയി മേടിച്ചുകൊണ്ടുവന്നത് ഇവിടെ ഒരു 5 കിലോമീറ്റർ ഹോട്ടലിൽ ഏത് വേണമെങ്കിലും എനിക്ക് പോയി മേടിക്കാവുന്ന നോക്കും. മിക്കവാറും കോലഞ്ചേരി അടുത്തുള്ള ഹോട്ടലൊക്കെ ഒരു 5 കിലോമീറ്ററിനുള്ളിലാണ്. ഇവിടെ നിന്നുള്ളത് ലൊക്കാലിറ്റി, ദൂരെ നിന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്തത്. ഇവിടെ നിന്ന് ലൊക്കാലിറ്റിയിലുള്ളത് ഞാൻ ഓർഡർ ചെയ്തു, ഞാൻ പോയി മേടിച്ചോളാന്ന് പറയാറുണ്ട്. എന്നാലും ജവരി ചിലപ്പോൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിഗ്ഗി സൊമാറ്റോയിൽ ആകുമ്പോൾ നമുക്ക് 50% ഡേഞ്ചേഴ്സ് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയില്ല, ചിലപ്പോൾ വല്ല പുത്തമ്പാലൻ രാജേഷോ ഓംപ്രകാശോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക് തീവ്രവാദി ഗ്രൂപ്പിൻ്റെ ഏജൻറ്റുകാരായിരിക്കും, അല്ലെ കാക്കന്മാരായിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് നിൽക്കുന്നത്, ഈ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും. ഇപ്പം ഇന്നലെ തന്നെ പിന്നെ മറ്റേ മോള് ഏതാണ്ട് ഓർഡർ ചെയ്തു തന്നെ സ്വിഗ്ഗിയിൽ നിന്ന് വഴി ഐസ്ബർഗിൽ നിന്ന് ഏതാണ്ട് ഓർഡർ ചെയ്തു. ഇന്നിപ്പോൾ വൈഫിന് രാവിലെ ഇത്ര സുഖമില്ല. വൈഫിന് കുറച്ച് നാൾ മുമ്പ് ഒരു റൈറ്റ് ഷോൾഡറിലൊരു ഇഷ്യൂ വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഹോട്ടൽ ഫുഡ് വഴിയാണോ വന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ അടുത്ത ഒരു 2022 മുതലാണ് ഹോട്ടൽ ഫുഡ് ഈ സ്വിഗ്ഗി സൊമാറ്റോ. അതിന് ശേഷമാണ് വീട്ടിലുള്ള പലർക്കും ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അത് ഈ സ്വിഗ്ഗി സൊമാറ്റോ വഴിയാണോ? ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ വഴി നമ്മൾ കൊടുക്കണമെന്ന് അല്ല, നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നേരിട്ട് പോയി മേടിക്കാം. അപ്പോൾ 50%, പിന്നെ ഹോട്ടലുകാർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഒരു 50%, പക്ഷേ അത് കഴിഞ്ഞുള്ള ഇഷ്യൂ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ സ്വയം പോയി മേടിക്കുമ്പോൾ ഹോട്ടലുകാർ അവിടെ എന്തെങ്കിലും ഫുഡ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ആ പോസിബിലിറ്റി ഉണ്ട്. അവിടെ വല്ലവരും എക്സ്റ്റേണൽ ഏജൻറ്റ്, ഈ കമ്പനിയുടെ ആളുകൾ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്. ആ പോസിബിലിറ്റി ഉണ്ട് ഹോട്ടലിൽ നിന്ന്. പക്ഷേ അത് 50% ഉള്ളു. മറ്റേ 50% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ തന്നെ സ്വിഗ്ഗി വഴിയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഏതാണ്ട് ഇവിടെ മറ്റേ ഐസ്ബർഗ് എന്ന് പറഞ്ഞ് ഏതാണ്ട് ചെയ്യുന്നു. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി മേടിച്ച ഐസ്ബർഗുകാരനെ മാത്രം നമ്മൾ ഇതുള്ളൂ. സ്വിഗ്ഗി സൊമാറ്റോ വഴിയുള്ള ഇഷ്യൂ ഒഴിവാക്കാം. അപ്പോൾ പണ്ട് അവൾ ഈ മോഡൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇൻഡിവിജ്വൽ, അവളുടെ ഓർഡർ ചെയ്യാറുണ്ട്, ഇൻഡിവിജ്വലായിട്ട് ഓർഡർ ചെയ്യരുത്, ഗ്രൂപ്പായിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഓർഡർ ചെയ്യാമുള്ളൂ ഈ സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊക്കെ എന്ന് എപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു വിടാറുണ്ട്. നമ്മൾ പറഞ്ഞതനുസരിച്ച് മുഴുവൻ കേൾക്കില്ല, അത് അവരോരോരുത്തർ വരുത്തി വയ്ക്കും. കാരണം ചിലപ്പോൾ വല്ല കമ്പനി ഏജൻ്റ് ആയിരിക്കും അവിടെ സ്വിഗ്ഗി സൊമാറ്റോ ഏജൻ്റായിട്ട് വരുന്നത്. സ്വിഗ്ഗി സൊമാറ്റോയുടെ ഫീൽഡ് ഏജൻ്റായിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂഷനായിട്ട് നിൽക്കുന്നതല്ല കാക്കാമാർ കമ്പനി ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. അതപ്പോൾ 50% ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ നമ്മൾ നേരിട്ട് പോയി മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ. മറ്റ് 50% ഉണ്ട്, മറ്റ് റെസ്റ്റോറൻറ്റ് വഴിയുള്ള ഇഷ്യൂ ഉണ്ട്, അത് ഉണ്ടാവും. പക്ഷേ എന്നാലും 50% ഇഷ്യൂസ് ഒഴിവാക്കാൻ പറ്റും. കോലഞ്ചേരിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയി മേടിച്ചുകൊണ്ട് വരാവുന്നുള്ളൂ. അപ്പോൾ അതിന് ഒരു സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും പിള്ളേർക്ക് മനസ്സിലാവില്ല എന്ത് ഇതാണെന്നറിയാം. അപകടം. വഴിക്കടെ പോണ സാധനം കോലഞ്ചേരി മൂവാറ്റുപുഴ വഴി പോണ സാധനം ചൂണ്ടയിട്ട് വീട്ടിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്ന പറഞ്ഞാലാണ് കാര്യങ്ങൾ. ഓ
വൈഫിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ, ഷോൾഡർ ഇഷ്യൂസ്, അതിനിപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ തലകറക്കം എന്ന് പറഞ്ഞു, ഇന്നലെ ഫുഡ് മേടിച്ചതിൻ്റെ ആണോ എൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ പല ഇഷ്യൂസ് ഈ ഫുഡ് മേടിക്കണ ഫുഡിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഉറപ്പില്ല. അത് ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ഏജൻറ്റ് ചിലപ്പോൾ ഒരു ഡി കമ്പനിയുടെ ഏജൻ്റ് ആയിരിക്കും. അവൻ ഈ പണിക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഫീൽഡ് ഏജൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വന്നേക്കണായിരിക്കും, സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ഡെലിവറി ബോയ്. അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുള്ളാണ്. ഞാനത് പറയാറുണ്ട്, ഞാൻ തന്നെ പോയി മേടിച്ചുകൊണ്ട് വരാം. ഹോട്ടലിൽ നിന്നുള്ള ഒരു ഇതുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പോയി മേടിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഫുഡിൽ എന്തെങ്കിലും ചേർത്തിടാം, ആ ഇഷ്യൂ ഉണ്ട്. എന്നാലും മറ്റേ 50% നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇഷ്യൂസിൽ 50% ഒഴിവാക്കാൻ പറ്റും, 50% സ്റ്റിൽ റിമൈനിങ്. ഞാനത് പിള്ളേരോട് പറയാറുണ്ട് എപ്പോഴും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നുള്ള ഈ സ്വിഗ്ഗി സൊമാറ്റോയിൽ ഒരിക്കലും കൊടുക്കരുതെന്ന് പറയാഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അവർ ചിലപ്പോൾ കൊടുക്കും. അതാണ് പ്രശ്നം. അതിന് കർശനമായിട്ട് ഇന്നലെ മുതൽ പറഞ്ഞിട്ടുണ്ട്.